ഏതായാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നന്ദി. തുടർന്നും പ്രാർത്ഥിക്കണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41-ാമത്തെ വാക്യം. വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറഞ്ഞു. വലിയ മഴയുടെ മുഴക്കം ഉണ്ട്. 3.5 വർഷത്തിന് ശേഷം മഴ പെയ്യാൻ പോവുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രം നമുക്കറിയാം. അതിലോട്ടല്ല ഞാൻ പോകുന്നത്. അവിടെ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. 3.5 വർഷമായി ദേശത്ത് മഴയില്ല, മഞ്ഞില്ല, വിതയില്ല, കൊയ്ത്തില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവ് പറയുന്നു, ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കും. മഴ പെയ്തു. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാതുണ്ട്, പഠിക്കാതുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ പോരാ. മഴ പെയ്താൽ എന്തൊക്കെ സംഭവിക്കും, അതായത് തുടർന്ന് ചിന്തിക്കാൻ പോകും. മഴ പെയ്താൽ നടക്കുന്ന 7 കാര്യങ്ങൾ 7 വാക്യങ്ങളിലൂടെ നമുക്ക് വിചിന്തനത്തിലേക്ക് കടക്കാം. വരൾച്ച മാറുന്ന ഒരു കാലം. ആ 3.5 വർഷം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്നലകളിൽ എല്ലാം നഷ്ടപ്പെടുത്തിയതായ 3.5 വർഷം. എന്നാൽ വലിയ മഴ പെയ്തപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചത്? മഴ പെയ്താൽ നടക്കുന്ന കാര്യങ്ങൾ. 1, 68-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. 68-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. അത്രേ മതി. 9-ാം വാക്യം മാത്രം മതി. ഈ വാക്യത്തിൽ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, ദൈവം ധാരാളം മഴ പെയ്യിക്കും. 2, ക്ഷീണിച്ച വിഷയങ്ങളിൽ മഴ പെയ്യിപ്പിക്കും. 3, ക്ഷീണിച്ചു പോയാലും നാം ദൈവത്തിൻ്റെ അവകാശമാണ്. 4, ക്ഷീണിച്ച അവകാശത്തെ ദൈവം തണുപ്പിക്കും. മഴ പെയ്ച്ച് ക്ഷീണിച്ച അവകാശത്തെ തണുപ്പിക്കും എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ കൺഫേം ദ ഇൻഹെറിറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ കൺഫേം ചെയ്യും, ഉറപ്പിക്കും. മഴ പെയ്താൽ നടക്കുന്ന 1-ാമത്തെ കാര്യം, ഏതെല്ലാം വിഷയത്തിൽ ക്ഷീണിച്ചു പോയോ ആ വിഷയങ്ങളിൽ തണുപ്പ് നൽകുന്നതാണ്, കൺഫേം ചെയ്യുന്നതാണ് മഴ പെയ്താൽ നടക്കുന്ന 1-ാമത്തെ കാര്യം. അപ്പോൾ 1, എന്തിനു മഴ പെയ്യണം? ചില കാര്യങ്ങളിൽ കൺഫേം ഉണ്ടാകാനായിട്ട്, ഉറപ്പ് ലഭിപ്പാൻ, തണുപ്പ് ലഭിപ്പാൻ, അടുത്ത കാലിവെപ്പ് എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കണമെങ്കിൽ മഴ പെയ്യണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അവിടെ ഞാൻ നിൽക്കുന്നില്ല. 2, അപ്പോൾ മഴ പെയ്താൽ 1, ക്ഷീണിച്ച അവകാശങ്ങൾക്ക് തണുപ്പ് ലഭിക്കും. നമ്മൾ ക്ഷീണിച്ചാലും നാം ദൈവത്തിൻ്റെ വകയാണ് എന്ന ചിന്തയാണ് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സഹായം ചെയ്യുന്നത്. 2, മഴ പെയ്താൽ നടക്കുന്ന 2-ാമത്തെ കാര്യം. 65-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. 65-ാം സങ്കീർത്തനം. അപ്പോൾ മഴ പെയ്താൽ നടക്കുന്ന 2-ാമത്തെ കാര്യം, കട്ടിപിടിച്ച അനുഭവങ്ങളെ അത് സോഫ്റ്റ് ആക്കുവാൻ വേണ്ടി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള മഴ. അങ്ങനെ അങ്ങ് പറയുന്നത് എളുപ്പം. 1, കൺഫർമേഷന് വേണ്ടിയുള്ളതായ മഴ. 2, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ളതായ മഴ. മഴ പെയ്താലേ നമ്മുടെ ഹൃദയത്തിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ വരാത്ത ജീവിതങ്ങൾ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്.
മഴ പെയ്താൽ ദൈവം അവരെ ട്രാൻസ്ഫോം ചെയ്ത് ദൈവസനെ താഴുവാൻ ഉടയുവാനുള്ള മനസ്സ് ദൈവം കൊടുക്കും. കൺഫർമേഷന് വേണ്ടിയുള്ള മഴ, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ള മഴ. ഇനി 3, മഴ പെയ്താൽ നടക്കുന്ന മൂന്നാമത്തെ കാര്യം 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ആ ആ അപ്പോൾ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള മഴ, മുൻമഴയാൽ അനുഗ്രഹപൂർണമാക്കുന്നു. ഏത്? പെട്ടെന്ന് ആശയം കിട്ടാതെ ഉള്ള ഒരു വാക്യമാണിത്. കണ്ണുനീർ താഴ്വയിൽ കൂടെ കടക്കുമ്പോൾ നീ അതിനെ, അതങ്ങനെ കണ്ണുനീർ താഴ്വയിൽ കൂടെ കടക്കുമ്പോൾ ജലാശയമാകുന്നു. ഈ കണ്ണുനീർ താഴ്വയിൽ കൂടെ കടക്കുന്ന വ്യക്തി അവിടെ കുഴി കുഴിക്കുവാനായിട്ട് തുടങ്ങി. ഇംഗ്ലീഷിലെ ആ വാക്യം ഞാനത് അവിടെ കയ്യിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച മക്കളെ. ഹു പാസിംഗ് ത്രൂ ദി വാലി ഓഫ് ബാക്ക they make it a well, the rain also, the autumn rains also cover it with dew. കണ്ടോ, ഇംഗ്ലീഷിലാണ് ആശയം കിട്ടുന്നത്. കണ്ണുനീർ താഴ്വയിൽ കൂടെ കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കുന്നു എന്ന് പറഞ്ഞാൽ പിടികിട്ടത്തില്ല. കണ്ണുനീർ താഴ്വയിൽ കൂടെ കടന്നുപോയ വ്യക്തി ആ താഴ്വയിൽ കുഴി കുഴിക്കാൻ തുടങ്ങി. കണ്ണുനീർ താഴ്വയിൽ കുഴി കുഴിച്ചാൽ കണ്ണുനീരല്ലയോ പിന്നെയും പൊങ്ങി വരുന്നത്, കണ്ണുനീർ കൂടത്തേ ഉള്ളൂ. പക്ഷേ ഈ കുഴി കുഴിക്കുന്ന വ്യക്തി ആഴത്തിൽ കുഴിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹത്തിന്റെ മഴ പെയ്യിച്ച് ആ വെല്ലിലെ നികത്തിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ കണ്ണുനീർ താഴ്വയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി വഴിമാറി പോകുന്നില്ല, വഴിമാറി ചിന്തിക്കുന്നില്ല. അതുപോലെ കുഴി കുഴിക്കാതിരിക്കുകയല്ല, അവിടെ ആഴത്തിൽ കുഴി കുഴിക്കുമ്പോൾ വേദനയുടെ മധ്യത്തിൽ, കണ്ണുനീരിന്റെ മധ്യത്തിൽ ദൈവാശ്രയം വിട്ടുപിരിയാതെ ആഴത്തിൽ കുഴി കുഴിക്കുമ്പോൾ ആ കുഴിയെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇതെല്ലാം നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. ഇനി 4, മഴ പെയ്താൽ നടക്കുന്ന 4-ാമത്തെ കാര്യം യെശയ്യാപ്രവചനം 30-ാം അധ്യായം 23-ാം വാക്യം. യെശയ്യാപ്രവചനം, നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും അത്രയും മതി. അപ്പം മഴ പെയ്താൽ നടക്കുന്ന 4-ാമത്തെ കാര്യം വിത്ത് നഷ്ടപ്പെടാതിരിക്കും. 1 കൺഫർമേഷന് വേണ്ടി മഴ, 2 ട്രാൻസ്ഫോർമേഷന് വേണ്ടി മഴ, 3 ബ്ലെസ്സിങ്ങിന് വേണ്ടി മഴ, 4 വിത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള മഴ. ദൈവവചനമാകുന്ന വിത്ത് നഷ്ടപ്പെടാതിരിക്കുന്നത് കണ്ണുനീര് കൊണ്ടാണ്, ദൈവം അയക്കുന്ന മഴ കൊണ്ടാണ്. ഇതിനോട് ചേർത്ത് 2-3 വാക്യങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കണം. മഴ പെയ്താൽ എന്ത് നടക്കും? യെശയ്യാപ്രവചനം തന്നെ നമ്മൾ 30-23 വായിച്ചു. 44-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 44-ന്റെ 14-15. ആ ആ ആ അവിടെ തൊട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. മതി. അപ്പോൾ മഴ പെയ്താലേ വിത്ത് നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ. മഴ പെയ്താലേ ആ വിത്ത് വൻ വിഷമാകത്തുള്ളൂ. വൻ വിഷമായാലുള്ള നേട്ടം എന്താണ്? അവിടെ കണ്ടത് മനുഷ്യനെ തീ കത്തിപ്പാൻ അത് ഉതകുന്നു. മനുഷ്യനെ തീ കത്തിപ്പാൻ അത് ഉതകുന്നു.
ഏത് തീ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 2-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ ആ ആ ആ അത്രയും മതി. നമ്മളെ യെശയ്യാപ്രവചനം 44-ാം അധ്യായത്തിൽ കണ്ട വാക്യവും ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായവുമായി ചേർത്ത് വേണം പഠിക്കുവാൻ. ഒരശോകം നട്ടുപിടിപ്പിച്ചു, മഴ അതിനെ ഒരു വലിയ വിഷമാക്കി തീർത്തു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ വന്നപ്പോൾ ശൈത്യവും ഈ തണുപ്പും അതകറ്റാൻ വേണ്ടി വിറകിടുകയാണ്, പൗലോസും വിറകിടുകയാണ്. അപ്പൊ നാളത്തെ തണുപ്പ് മാറ്റാൻ ഇന്ന് മഴ കൊണ്ട് ഈ വിത്തിനെ വിഷമാക്കി മാറ്റുന്നു. നാളുകളുടെ അനുഗ്രഹത്തിനു വേണ്ടിയാണ് ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ മഴ പെയ്യിപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിത്തുകളാണ്, തൈകളാണ്. മഴ കൊണ്ട് അവ വളരുമ്പോഴാണ് വാർദ്ധക്യകാലത്ത് മാതാപിതാക്കൾക്ക് ശൈത്യവും ശീതവും മാറത്തക്കവണ്ണം അതിനെ ദൈവം വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും മുരടിച്ചു പോകുന്നവരല്ല, അവരാത്മീയത്തിൽ വളർച്ച പ്രാപിക്കുന്നവരാണ്. അപ്പോൾ മഴ പെയ്താൽ നടക്കുന്ന 4-ാമത്തെ കാര്യം, വിത്ത് നഷ്ടപ്പെടാതിരിക്കും. വിത്ത് നഷ്ടപ്പെടാതിരുന്നാൽ ആ വിത്ത് ഒരു വൻവിഷമാകും. അത് വൻവിഷമായാൽ നാളുകളിൽ ശീതമുണ്ടാകും, ശൈത്യമുണ്ടാകും, തണുപ്പുണ്ടാകും. ഈ വിഷത്തിന്റെ വിറകാണ് ആ ശൈത്യം മാറ്റാൻ ഉതകുന്നത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലെ വിഷവും ബലം തരും. അപ്പൊ ദൈവം മഴ അയക്കുമ്പോൾ ഭൂമി വിളവ് തരും, ഭൂമിയിലെ വിഷവും ബലം തരും. ഭൂമി ബലം തരുമെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ കീഴിലുള്ളതായ ബലമാണ്. വിഷം ബലം തരുമെന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിലുള്ളതായ ബലമാണ്. ഇതാണല്ലോ ബലങ്ങളിലെ 2 അവസ്ഥകൾ. ഭൂമിക്ക് കീഴേ ബലമുണ്ടാകുന്നു, ചേന, ചേമ്പ്, കാച്ചില്. അത് ഭൂമിക്ക് കീഴേ ഉണ്ടാകുന്ന ബലമാണ്. ഇനി സ്ഥാനം മുകളിലോട്ട് നോക്കിയാൽ കത്താനദാസൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനി മാങ്ങയും ചക്കയും അത് ഭൂമിയുടെ കീഴിലല്ല ഉണ്ടാകുന്നത്, അത് ഭൂമിക്ക് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ തല താഴോട്ട് കുനിച്ചാലും ബലം, തല മുകളിലോട്ട് ഉയർത്തിയാലും ബലം. എങ്ങനെ? മഴ പെയ്യുന്നത് കൊണ്ട്. അപ്പോൾ മഴ പെയ്താൽ വിത്ത് നഷ്ടപ്പെടത്തില്ല, ആ വിത്തിനെ ഒരു ബലവിഷമാക്കി മാറ്റും. അത് മാത്രമല്ല, ശീതവും ശൈത്യവും മാറ്റുവാൻ ആ വിഷത്തിന്റെ വിറക് ഉപയോഗമായി തീരും. മെലീത്തായിലെ അനുഭവമാണ് നമ്മളവിടെ വായിച്ചത്. വലിയ കൊടുങ്കാറ്റ് കഴിഞ്ഞ് മെലീത്തായിൽ കയറിയവർക്ക് അവിടെ കിട്ടിയത് വലിയ ദയയാണ്. 27-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം. വല്ലാത്ത കൊടുങ്കാറ്റെന്ന് 20-ാം വാക്യത്തിലുണ്ട്. 27-ാം അധ്യായം 20-ാം വാക്യം. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ്
വല്ലാത്ത കൊടുങ്കാറ്റ്. ഇതിനു മുമ്പ് ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ കാണുന്ന 5 കാറ്റുകൾ ഒന്നുകൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പോസ്തലനായ പൗലോസും കൂട്ടരും യാത്ര ചെയ്ത കപ്പലിൽ അടിച്ച 5 കാറ്റുകൾ. 4-ാമത്തെ വാക്യം. 1-ാമത്തെ കാറ്റ് പ്രതികൂലക്കാറ്റ്. ആരുടെ ജീവിത വഞ്ചിയിൽ, കപ്പലിൽ? ഭക്തനായ പൗലോസും യാത്ര ചെയ്യുന്ന കപ്പലിൽ. അവിടെ കാറ്റ് പ്രതികൂലമായി. പ്രതികൂലക്കാറ്റ്. അത് ഞാൻ 5 കാറ്റുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നു. അപ്പോൾ 1 പ്രതികൂലക്കാറ്റ്. ഇനി 7-ാം വാക്യം. 7-ാം വാക്യം. ആ, അപ്പോൾ 2-ാമത്തെ കാറ്റ് സമ്മതിപ്പിക്കാത്ത കാറ്റ്. 1 പ്രതികൂലക്കാറ്റ്, 2 സമ്മതിപ്പിക്കാത്ത കാറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. പരീക്ഷ എടുക്കുമ്പോൾ ഇവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ വരുമ്പോൾ ഇപ്പം ചിലർ പറയും, മോനെ പഠിക്കാൻ അങ്ങോട്ട് സമ്മതിപ്പിക്കുന്നില്ല. അതിനെ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കുമ്പോൾ ആ സമ്മതക്കേടൊക്കെ പോയത്. പിന്നെ പ്രായമുള്ള നമ്മൾ വല്ല സഭായമൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച, ഇന്ന് എല്ലാവരും വന്നോന്ന് എനിക്കറിയത്തില്ല, അടുത്ത ആഴ്ച പാസ്റ്റർ കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു മറുപടിയുണ്ട്. സമ്മതിച്ചില്ല, പിശാച് സമ്മതിപ്പിക്കുന്നില്ല. അപ്പം സമ്മതിപ്പിക്കാത്ത കാറ്റ് കൂടെ കൂടെ നമ്മുടെ ജീവിതത്തിലടിക്കും. വാഗ്ദത്തം പ്രാപിച്ചവൻ യാത്ര ചെയ്ത കപ്പലടിച്ച 3-ാമത്തെ കാറ്റ്. 13-ാമത്തെ വാക്യം. തെക്കൻ കാറ്റ്. തെക്കൻ കാറ്റ് മന്ദമായി ഊതി. അപ്പോൾ വാഗ്ദത്തം പ്രാപിച്ചവൻ യാത്ര ചെയ്ത കപ്പലടിച്ച 3-ാമത്തെ കാറ്റ്. വേദപുസ്തകത്തിൽ തെക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു പഠനം നടത്താം. തെക്കേ നാട്ടിലെ മൃഗങ്ങൾ എന്ന് പറഞ്ഞൊരു പട്ടിക എഴുതിയിട്ടുണ്ട്. തെക്കേ നാട്ടിലെ മൃഗങ്ങൾ, തെക്കേ നാട്ടിലെ ഉറവകളെ പറ്റിയും പരാമർശം ധാരാളമുണ്ട്. അതുപോലെ തന്നെ തെക്കോട്ട് പോയി എന്ന പലരെ പറ്റിയും നമ്മൾ വായിക്കുന്നുണ്ട്. അത് പഠന വിഷയമാക്കാം. ഈ തെക്ക് എന്ന് പറഞ്ഞാൽ അത് ചതിക്കുന്ന സ്ഥലമാണ്. നമ്മളെ വേദഭാഗം കൂടെ എല്ലാം കൂടെ ചേർത്ത് ചിന്തിച്ചാൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഈ തെക്ക്, ഈ കാറ്റും ചതി കാണിച്ചു. തെക്ക് നിന്ന് വടക്കോട്ട യാത്ര പായ്ക്കപ്പലാണ്. പായിൽ കാറ്റ് പിടിച്ച് യാത്ര ചെയ്യുകയാണ്. ആശ കൊടുത്തേച്ച് തെക്കൻ കാറ്റ് പതുക്കെ മാറിയേച്ച് ഈ കപ്പലിനെ കൊടുങ്കാറ്റിൻ്റെ മുമ്പിൽ തള്ളിയിട്ടു. അതാണ് തെക്കൻ കാറ്റ് കാണിച്ചതായ ചതി. സ്ഥിരതയില്ല തെക്കൻ ദേശത്തിന്. തെക്കേ നാട്ടിലെ ഉറവകളെ വിശ്വസിക്കാനും ഒക്കത്തില്ല. ഇന്ന് വെള്ളം കാണും, നാളെ വെള്ളം കാണത്തില്ല. അതിന് ബൈബിളിലെ ഒരു തെളിവ് തരാനാണെങ്കിൽ അക്സ വന്ന് കാലേബിനോട് പറയുന്നുണ്ട്, നീ എന്നെ തെക്കേ ദേശത്തേക്കാണ് അയച്ചത്, എനിക്ക് അനുഗ്രഹം വേണം. എന്തിൻ്റെ അനുഗ്രഹം? ഉറവയുടെ അനുഗ്രഹം. അതാ അവൾ ചോദിക്കുന്നത്. തെക്കേ നാട്ടിലെ ഉറവയെ വിശ്വസിക്കാനൊക്കത്തില്ല. ഇന്ന് വെള്ളം കെട്ടിക്കിടക്കും, നാളെ ഒട്ടും വെള്ളമില്ല. ഇത് പറഞ്ഞപ്പോൾ അപ്പനായ കാലേബ് ചെയ്തതോ, താഴ്വരകളും ഉറവകളെ കൊടുത്തു, മലകളിലും ഉറവകളെ കൊടുത്തു. എന്ന് വച്ചാൽ താഴ്വരയിലെ ഉറവ ഏത് കാരണവശാൽ അടഞ്ഞു പോയാലും എൻ്റെ മകൾ വെള്ളത്തിന് വേണ്ടി അലിയാൻ പാടില്ല, ഞാൻ അവൾക്ക് മലയിൽ ഉറവ കൊടുക്കും. അപ്പോൾ തെക്കൻ കാറ്റ് വിശ്വസിക്കാൻ കൊള്ളാത്ത കാറ്റ്, ചതിക്കുന്ന കാറ്റാണ് തെക്കൻ കാറ്റ്. തെക്കൻ കാറ്റ് ചതിക്കുന്ന കാറ്റാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, തെക്കൻ കാറ്റടിച്ച് ആശ കൊടുത്ത ശേഷം കപ്പലിനെ കൊടുങ്കാറ്റിൻ്റെ മുമ്പിലേക്ക് തള്ളിയിട്ടു. അപ്പം ചതിക്കുന്ന തെക്കൻ കാറ്റ്. ഇനി 4-ാമത്തെ കാറ്റ് അവിടെ തന്നെ ഉണ്ട്, താഴോട്ട് വായിക്കാം. 14-ാം വാക്യം. 14-ാം വാക്യം.
കൊടുങ്കാറ്റ്. അപ്പോൾ 1 പ്രതികൂലക്കാറ്റ്, 2 സമ്മതിപ്പിക്കാത്ത കാറ്റ്, 3 ചതിക്കുന്ന തെക്കൻ കാറ്റ്, 4 കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ്. ഈ 4 കാറ്റടിച്ചിട്ടും ഈ കപ്പൽ തകർന്നില്ല. അതിൻ്റെ കാരണം ആ 4 വാക്യത്തിൻ്റെ അകത്തുമാണ്. ആ 4 വാക്യം പിന്നെയും നമുക്ക് വായിക്കാം. 4-ാം വാക്യം. ആ ആ മറപറ്റി. മറപറ്റി. ആ വാക്ക് 4 വാക്യത്തിലുമുണ്ട്. പ്രതികൂലക്കാറ്റടിച്ചപ്പോൾ കപ്പൽ തകരാതിരുന്നത് മറപറ്റാനൊരു ദ്വീപുണ്ടായത്. ഇനി സമ്മതിപ്പിക്കാത്ത കാറ്റടിച്ചപ്പോഴോ 7-ാം വാക്യം. 7-ാം വാക്യം. ആ ആ ആ മറപറ്റി. സമ്മതിപ്പിക്കാത്ത കാറ്റടിച്ചിട്ടും കപ്പൽ തകർന്നില്ല. മറപറ്റാൻ ദ്വീപുണ്ടായി. ചതിക്കുന്ന തെക്കൻ കാറ്റടിച്ചപ്പോഴോ 13-ാം വാക്യം. ആ മറപറ്റി. അപ്പൊ ചതിക്കുന്ന തെക്കൻ കാറ്റടിച്ചിട്ടും കപ്പൽ തകർന്നില്ല. മറപറ്റാൻ ദ്വീപുണ്ടായി. വലിയ കൊടുങ്കാറ്റടിച്ചപ്പോഴോ 16-ാം വാക്യം. 16-ാം വാക്യം. 16-ാം വാക്യം മതി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി. കൊടുങ്കാറ്റടിച്ചിട്ടും കപ്പൽ തകർന്നില്ല. മറപറ്റാൻ ദ്വീപുണ്ടായി. ദൈവം ഇതിലെ കഴിഞ്ഞ നാളുകളിൽ പ്രതികൂലക്കാറ്റടിക്കാഞ്ഞിട്ടല്ല, സമ്മതിപ്പിക്കാത്ത കാറ്റടിക്കാഞ്ഞിട്ടല്ല, ചില ചതിയൻ കാറ്റടിക്കാഞ്ഞിട്ടല്ല, കൊടുങ്കാറ്റടിക്കാഞ്ഞിട്ടല്ല, ജീവിത പടക് തകരാതിരുന്നത് മറപറ്റാനൊരു അഭയം യേശുവിൽ ഞാനും നിങ്ങളും കണ്ടതാണ്. മറയുവാൻ നമുക്കൊരു അഭയസ്ഥാനമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ കാറ്റുകൾ ഇവിടെ നിൽക്കുന്ന ദൈവമക്കളെ ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഇതിലൊരു ചെറിയ കാറ്റടിക്കുമ്പോൾ ലോകമക്കൾ പലതും തകരുമ്പോൾ ഞാനും നിങ്ങളും തകരാതിരുന്നത് ക്രിസ്തുവിൽ അഭയം കാണാനിടയായതുകൊണ്ട്, മറയുവാൻ നമുക്കത് അഭയസ്ഥാനമുള്ളത് കൊണ്ടാണ് നമ്മളാരും തകരാതെ നിൽക്കുന്നത്. വാഗ്ദത്തം പ്രാപിച്ചവൻ യാത്ര ചെയ്ത കപ്പലിലടിച്ച് 5-ാമത്തെ കാറ്റാണ് നേരത്തെ വായിച്ചത്. 20-ാമത്തെ വാക്യം. ആ ആ ആ 5-ാമത് അടിച്ച കാറ്റ് അല്ലെങ്കിൽ വല്ലാത്ത കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ് തന്നെ ഭയങ്കരമാണ്. ഇവിടെ നമ്മൾ വായിച്ചത് കേവലം കൊടുങ്കാറ്റെന്നല്ല, വല്ലാത്ത കൊടുങ്കാറ്റ്. ഈ കാറ്റിന്റെ ഇന്റൻസിറ്റി, തീവ്രത കുറയല്ല ചെയ്യുന്നത്, കൂടിക്കൂടി വരിക. പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, ആത്മതപനം ഇല്ലാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കുന്നവൻ ആ കപ്പലിൽ ഇല്ലാഞ്ഞിട്ടല്ല, കാറ്റിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. 5-ാമത്തെ കാറ്റടിച്ചപ്പോൾ അതുവരെ പറയാതിരുന്നൊരു വാചകം പൗലോസ് പറഞ്ഞു. രക്ഷപ്പെടുമെന്നുള്ള ഈ ആശ കഴിഞ്ഞ 4 കാറ്റടിച്ചിട്ടും ഈ വാക്ക് പൗലോസ് പറഞ്ഞില്ല. 5-ാമത്തെ കാറ്റടിച്ചപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, തകരത്തേ ഉള്ളൂ എന്ന ചിന്തയിൽ
പൗലോസ് വാതോരെന്ന് പറയുന്നു, രക്ഷപ്പെടുമെന്നുള്ള ആശയെല്ലാം മറ്റു. ചരിത്രം അവസാനിക്കുന്നത് 20-ാം വാക്യത്തിലല്ല. അവിടം കൊണ്ടല്ല ചരിത്രം അവസാനിക്കുന്നത്. ചരിത്രം അവസാനിക്കുന്നത് അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലാണ്. 44-ാം വാക്യം. 44-ാം വാക്യം. ആ ആ ആ ആ വാക്യ ആ അധ്യായം അവസാനിച്ച കേട്ടു. എല്ലാവരും രക്ഷപ്പെട്ടു. 20-ാം വാക്യത്തിലല്ല ചരിത്രം തീരുന്നത്. രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി എന്ന് പറഞ്ഞ പൗലോസും രക്ഷപ്പെട്ടു. എല്ലാവരും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഒരു വിഷയവും നമ്മൾ എഴുതിത്തള്ളേണ്ട കാര്യമില്ല. ഇനി ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാരും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാ വിഷയങ്ങൾക്കും വിടുതലുണ്ട്. എല്ലാവരും രക്ഷപ്പെടും. എല്ലാവരും രക്ഷപ്പെടും. എത്തിക്കേണ്ട സ്ഥാനത്ത് കൊണ്ടെത്തിക്കും. ഏകാകിനികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നവൻ കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ രക്ഷപ്പെടും. ഇനിയുമുള്ള തലമുറയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വഴി തുറന്നു തരാൻ കഴിയും. രക്ഷപ്പെടും, രക്ഷപ്പെടും. 2025 കെട്ടുപണിയുടെ വർഷമാക്കി ഈ സഭയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. രക്ഷപ്പെടും, രക്ഷപ്പെടും. രക്ഷപ്പെടും. ഇതൊക്കെ ഈ നിലയിൽ പ്രസംഗിക്കാനല്ല ഞാൻ ഒരുങ്ങി നിന്നത്. തലമുറകൾക്ക് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായ പഴുതുകൾ ഈ 2025 ദൈവം തുറക്കും. ഇനി ഈ വിഷയത്തിന് വിടുതലില്ല. ഈ തലമുറയുടെ വിഷയത്തിന് വിടുതലില്ല, ഭാവിയില്ല, കെട്ടുമണിയില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. 276 പേരാണ് ആ കപ്പലിലുള്ളത്. ഒരാളുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല. ആര് കാരണം? പൗലോസ് കാരണം. പ്രാർത്ഥിക്കുന്ന ഭക്തൻ കാരണം. ആർക്കും ദോഷം സംഭവിക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടു. 28-ാം അധ്യായത്തിൽ വരുമ്പോൾ രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മിലീത്ത എന്ന് ഗ്രഹിച്ചു. അവിടത്തെ ബർബരന്മാർ അസാധാരണ ദയ കാണിച്ചു. വല്ലാത്ത കൊടുങ്കാറ്റ് കഴിഞ്ഞ് വന്നവർക്ക് സാധാരണ ദയയല്ല മിലീത്തയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയ ദയ, അസാധാരണ ദയ. അപ്പോൾ കൊടുങ്കാറ്റിൽ കൂടെ കടന്നു പോകുന്നവർ മനസ്സിലാക്കണം, ഇത് കഴിയുമ്പോൾ ഒരു അസാധാരണ ദയ ദൈവം വെളിപ്പെടുത്തും. ഈ സമയത്താണ് നമ്മൾ വിറകാണല്ലോ വിഷയം. ആ വിറക് ഇടുന്ന കൂട്ടത്തിൽ പൗലോസും വിറകിട്ടു. ഒരു ദുഷ്ടജന്തു അവൻ്റെ കൈ ചുറ്റി അവനതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ഒരു കപ്പൽ തകർന്നാണ് എല്ലാവരും വന്ന് കിടക്കുന്നത്. ആ ദ്വീപിൻ്റെ പ്രമാണിയായ പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അല്ലലിയ അതിസാരവും പിടിച്ചൊക്കെ കിടക്കുകയാണ്. പൗലോസി എന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യം വന്നു. ആ ദ്വീപിലുള്ള രോഗികളെ എല്ലാം കൊണ്ടുവന്നു. പൗലോസ് പ്രാർത്ഥിച്ചു, അവർക്കെല്ലാം സൗഖ്യം വന്നു. ഒരു വലിയ ഉണർവ് മിലീത്തായിൽ നടന്നു. ഇത് കഴിഞ്ഞപ്പോൾ ശീതകാലം കഴിയാൻ വേണ്ടി അശ്വന് ചിഹ്നമുള്ളൊരു അലക്സാന്ദ്രിയ കപ്പൽ തുറമുഖത്ത് നങ്കൂരമിട്ട് കിടക്കുകയാണ്. അതും അസാധാരണ കാര്യമല്ല. പൗലോസിനെയും കൂട്ടരെയും ഈ കപ്പലിൽ കയറ്റി വേണം റോമിൽ കൊണ്ടെത്തിക്കാൻ. അതുകൊണ്ട് ദൈവം ആ കപ്പലിനെ അവിടെ തടഞ്ഞിടുകയായിരുന്നു.
ഇല്ലെങ്കിൽ മെലീത്തായിൽ നിന്ന് ഒരു യാത്ര പെട്ടെന്ന് നടക്കത്തില്ല. പൗലോസിന് വേണ്ടി ഒരു കപ്പൽ അവിടെ ഒരുക്കിയിട്ടിരുന്നു, ഒരു പുതുപുത്തൻ കപ്പൽ. ഒരു കപ്പൽ തകർന്ന സ്ഥാനത്ത് മറ്റൊരു മനോഹരമായ കപ്പൽ ദൈവം പൗലോസിന്റെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ, ചിലത് തകർന്നത് ശ്രേഷ്ഠമായ മറ്റൊന്ന് തുറന്നു വരാൻ വേണ്ടിയാണെന്ന് ദൈവമക്കളെ വിസ്മരിച്ചു പോകരുത്. തകർച്ചകളെ കണ്ട് ക്ഷീണിക്കുകയല്ല, ഒരുങ്ങപ്പെട്ടു വരുന്നതായ ചില യാത്രകൾ ചൂടാലാവ ശന്തലാല വൈശലായ കൽബലാവലാവോഷ് വബലബലബ ശന്തലാല. പൗലോസും കൂട്ടതും റോമിലെത്തി. എൻ്റെ ചോദ്യം, പൗലോസിൻ്റെ കൈസരയിൽ നിന്നാണ് യാത്ര റോമിലേക്ക്. ആ യാത്രയിൽ എന്തുകൊണ്ട് കപ്പൽ തകർന്നു? ഇവരെ എന്തിനാണ് മെലീത്തായിൽ കയറ്റിയത്? മറുപടി, മെലീത്തായിൽ അനേകരുടെ ജീവനെ അപഹരിച്ച ഒരണലി ശക്തിയെ പൗലോസിന്റെ ശുശ്രൂഷയാൽ തകർക്കാൻ വേണ്ടിയാണ്. ആ ദ്വീപിലെ രോഗികൾക്ക് സൗഖ്യം വരാൻ, ആ ദ്വീപിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ ഉടലെടുക്കുവാൻ പൗലോസിനെ വഴി തിരിച്ചുവിടുകയായിരുന്നു എന്ന് അന്ന് പൗലോസിന് മനസ്സിലായില്ല. ഈ പൗലോസിന്റെ കൈസരയിൽ നിന്നുള്ള റോമിലേക്കുള്ള യാത്രയിൽ മെലീത്ത ഇടത്താവളമല്ല, ഇടത്താവളമേ അല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മലയാളം വേദപുസ്തകത്തിൽ ഏറ്റവും ഒടുവിൽ 4 ഭൂപടമുണ്ട്. സാധാരണ നമ്മൾ നോക്കത്തോലും ഇല്ലാത്ത 4 ആരെങ്കിലും നോക്കിയിട്ടുണ്ട്? ആ 4 ഭൂപടം നോക്കി വല്ലതും പഠിക്കാനുണ്ടോയെന്ന് വല്ലതും. അതിൽ 3-ാമത്തെ ഭൂപടം നോക്കണം. അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്ത സ്ഥലങ്ങൾ കണ്ടായിരുന്നോ? അതെ, എൻ്റെ വേദപുസ്തകത്തിൽ 3-ാമത്തെ പടമാണ്. ആ പടം നോക്കണമെങ്കിൽ ഇങ്ങനെ നോക്കണം, അങ്ങനല്ലയോ? അങ്ങനെ നോക്കണം. എന്നിട്ട് അതിൽ ഏറ്റവും വലത്ത് ഏറ്റവും താഴെ നോക്കണം. യെരുശലേമും കാണാം, കൈസരിയയും കാണാം. കൈസരിയ, അവിടെ നിന്നാണ് ഈ റൂട്ട്. ഇനിയും ഏറ്റവും ഇടത്ത് ഏറ്റവും മുകളിൽ നോക്കണം. ഇറ്റലിയ കാണാം, റോം കാണാം. ഇറ്റലിയ എന്ന് പറഞ്ഞാൽ ഇറ്റലി, റോം. ഈ കൈസരയിൽ നിന്ന് റോമിലേക്കാണ് യാത്ര. അവിടെ റെഗ്യോൻ കടലിടുക്കൊക്കെ ഉണ്ട്, സുറക്കൂസ ഒരു ദ്വീപൊക്കെ കാണാം. ആ റെഗ്യോൻ കടലിടുക്കിൽ കൂടിയാണ് നേരെ മുകളോട്ട് കയറേണ്ടത്. ഇനിയും ഏറ്റവും അടുത്ത് ഏറ്റവും താഴെ നോക്കിക്കേ, മെലീത്ത കണ്ടോ? അവിടെ മെലീത്തായുണ്ട്. ഈ കൈസരയിൽ നിന്നുള്ള റോമിലേക്കുള്ള യാത്രയിൽ മെലീത്ത വഴിയെ അല്ലാതെ യാത്ര ചെയ്യുന്നത്. പക്ഷേ പൗലോസിനെ മെലീത്തായിൽ എത്തിക്കണം. പൗലോസിൽ കൂടെ ചില ശുശ്രൂഷകൾ ആ ദ്വീപിൽ നടക്കണം. ദൈവമക്കളെ, ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരുമ്പോൾ മനസ്സിലാക്കണം, ദൈവം വഴിതിരിച്ച് വിടുകയാണ്. ചിലതൊക്കെ സംഭവിക്കുവാൻ, ചിലതൊക്കെ നിന്നിലൂടെ നടക്കുവാൻ വേണ്ടി ദൈവം വഴിതിരിച്ച് വിടുന്ന യാത്രകളാണെന്ന് കാലം തെളിയിക്കും. അപ്പൊ നമ്മൾ ചിന്തിച്ചു വരുന്നത്, മഴ പെയ്താൽ എന്തൊക്കെ നടക്കും? ഒന്ന്, കൺഫർമേഷൻ നടക്കും. അതായത് ക്ഷീണിച്ച അവകാശത്തെ നീ തണുപ്പിക്കുന്നു, അതല്ല ശരി. കൺഫേം ദ ഇൻഹെറിറ്റൻസ്, കൺഫേമിന് വേണ്ടി, ഉറപ്പിന് വേണ്ടി ഒരു ചുവട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൺഫർമേഷന് വേണ്ടി ദൈവം മഴ അയക്കും. 2, ട്രാൻസ്ഫോർമേഷന് വേണ്ടി, കട്ടകളെ അത് മെരുക്കിയെടുക്കുവാൻ അതിന് മഴ പെയ്യണം.
ട്രാൻസ്ഫോർമേഷന് വേണ്ടി, 3 ബ്ലെസ്സിങ്ങിന് വേണ്ടി. കണ്ണുനീർ താഴ്വരയിലൂടെ നടക്കുമ്പോൾ നമ്മളെ അവിടെ ആഴത്തിൽ കുഴി കുഴിക്കുന്നു, വെല്ല് അവിടെ കിണറ് കുഴിക്കുന്നു. അങ്ങനെ കുഴിക്കുമ്പോൾ ദൈവം ആ കിണറ്റിൽ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിപ്പിക്കും. അതാണ് ഇംഗ്ലീഷിൽ വ്യക്തമായി നമുക്ക് ആശയം കിട്ടും. 4 നമ്മളിപ്പോൾ കണ്ടത് വിത്ത് നഷ്ടപ്പെടാതിരിക്കുവാൻ. വിത്ത് നഷ്ടപ്പെടാതിരിക്കാൻ മഴ പെയ്താൽ ആ വിത്ത് വൻ വിഷമാവും. ആ വിഷം വിത്ത് വൻ വിഷമാകുമ്പോൾ മുകളിലും ബലമുണ്ട്, താഴെയും ബലമുണ്ട്. മാത്രമല്ല ഈ വിറക്, ഈ വിഷത്തിൻ്റെ വിറക് ശൈത്യവും ശീതവും മാറ്റുവാൻ, തീ കത്തിക്കുവാൻ ആ വിറക് ഉപയുക്തമായി തീരും. ഇനി 5, മഴ പെയ്താൽ നടക്കുന്ന 5ാമത്തെ കാര്യം. 2 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. 2 ശമൂവേൽ 1-ാം അധ്യായം 21-ാം വാക്യം. അത് നെഗറ്റീവായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കതിൻ്റെ പോസിറ്റീവ് സൈഡാണ് എടുക്കേണ്ടത്. അവിടെ കണ്ടത് ഈ വഴിപാട് നിലങ്ങൾ എന്നല്ലേ നമ്മൾ വായിച്ചത്. പെട്ടെന്ന് ആശയം കിട്ടുന്നില്ല. വഴിപാട് നിലങ്ങൾ, ഇംഗ്ലീഷിൽ ഫീൽഡ്സ് ഓഫ് ഓഫറിങ്. അതായത് മഴ പെയ്താൽ വഴിപാട് നിലങ്ങൾ ഉണ്ടാകും. ഫീൽഡ്സ് ഓഫ് ഓഫറിങ് എന്ന് പറഞ്ഞാൽ ആരാധനാ സ്ഥലങ്ങളുണ്ടാകും. ആരാധിക്കുവാൻ ജീവിതങ്ങൾ ഉണ്ടാകും. എപ്പോൾ? മഴ പെയ്താൽ. ഈ വഴിപാട് നിലത്തിന് വേറൊരു തർജ്ജമയും ഇംഗ്ലീഷിലുണ്ട്. ലാൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യ ഫലം വിളയുന്ന ലാൻഡ്. അപ്പോൾ മഴ പെയ്താൽ ദൈവത്തിന് പ്രയോജനപ്പെടുന്നത് അവിടെ ഉടലെടുക്കുവാൻ തക്കണോടിയായി. ഇനി മഴ പെയ്താൽ നടക്കുന്ന 6ാമത്തെ കാര്യം, സക്രിയ പ്രവചനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. സക്രിയ പ്രവചനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, ഉണ്ടാക്കുന്നുവല്ലോ. ഏത് സസ്യത്തിനും. അപ്പോൾ അവിടെ ഓരോ സസ്യത്തിനും ഏകവചനത്തിൽ അവിടെ എഴുതിയേക്കുന്നത്, ഓരോ സസ്യത്തിനും വേണ്ടുന്നതായ മഴ. അത് മഴ പെയ്യിപ്പിക്കുന്ന ദൈവത്തിനറിയാം. അവരവരുടെ ആവശ്യം മനസ്സിലാക്കി ഓരോ സസ്യത്തിനും വേണ്ടുന്നതായ മഴ ദൈവം അയച്ചു. അപ്പോൾ പിന്മഴയുടെ കാലമാണെങ്കിലും, പിന്മഴയുടെ കാലമെന്നല്ലേ എഴുതിയത്, പിന്മഴയുടെ കാലമാണെങ്കിലും മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. മഴ പെയ്തോളും, അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്നല്ല, പിന്മഴയുടെ കാലത്തും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല നമ്മൾ നേരത്തെ ഈ വഴിപാട് നിലങ്ങളെന്നൊക്കെ കണ്ടല്ലോ. വഴിപാട് നിലം, ഫീൽഡ്സ് ഓഫ് ഓഫറിങ്, ആരാധനാ സ്ഥലം. മഴ പെയ്താൽ ആരാധനാ സ്ഥലം ഉണ്ടാകുമെന്നതിന് ബൈബിളിലൊരു തെളിവ്. ഹന്ന ദേവാലയത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കാനായി തുടങ്ങി. അവൾക്ക് വേണ്ടി ദൈവം തുറന്നുകൊടുത്ത വഴിപാട് നിലമായിരുന്നു ഈ ശൗമേൽ. മഴ പെയ്തടത്ത്, കരഞ്ഞ സ്ഥലത്ത് ഒരു വഴിപാട് നിലം ഒരുങ്ങി വന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വന്നു. മഴ പെയ്താൽ ഓരോ സസ്യത്തിനും വേണ്ടുന്നതായ മഴ പെയ്യിക്കും.
ഇനി 7 മഴ പെയ്താൽ നടക്കുന്ന 7ാമത്തെ കാര്യം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം. ആ, മഴ പെയ്തു. അത്രയും മതി. മഴ പെയ്തു. ഈ മഴ എന്തിനാണ്? 2 കൂട്ടരെ വേർതിരിക്കുവാൻ വേണ്ടിയുള്ള മഴ. പെട്ടകത്തിനകത്തുള്ളവരും പെട്ടകത്തിന് പുറത്തുള്ളവരും എന്ന് പറഞ്ഞ 2 ജനതയെ വേർപിരിക്കുവാൻ വേണ്ടി ദൈവം അയച്ചതായ മഴ. ഇങ്ങനൊരു മഴ ഈ ഭൂമിയിൽ എത്രയും വേഗം പെയ്യും. ദൈവസഭയെ പെട്ടകത്തിനകത്ത് കയറ്റവും അറയിൽ കയറ്റവും കൈവിടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ 2 തിരിക്കുവാൻ വേണ്ടിയുള്ളതായ മഴയാണ്. അത് ഈ ലോകം എത്രയും വേഗം കാണാനായിട്ട് പോവുകയാണ്. ദൈവം ധാരാളം മഴ പെയ്യിപ്പിച്ച് ക്ഷീണിച്ചിരിക്കുന്ന അവകാശങ്ങളെ ദൈവം തണുപ്പിക്കും. തലകളെ വണക്കം.